പാൻ കാർഡ്, ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും അടുത്തോ? എങ്കിൽ ഇനി അത് വേണ്ട. എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു. എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. വോട്ടർ ID, FSSAI സേവനങ്ങൾ, PF ജീവൻ പ്രമാൺ, പരിവാഹൻ ഉദ്യം ലോൺ, ഇ-ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ, ഇ-ഗ്രാൻസ്, NSP സേവനങ്ങൾ, ഇൻഷുറൻസ് പേയ്മെന്റ്, ബസ്, ഫ്ലൈറ്റ്, റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ്, ഉംറ സർവീസ്, ട്രാവൽ പാക്കേജ്, ഓവർസീസ് എഡ്യൂക്കേഷൻ, HDFC ബാങ്കിംഗ് സർവീസ്, K-സ്മാർട്ട് സേവനങ്ങൾ, ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക. കോൺടാക്ട് നമ്പർ 83308 46476 989554 49683. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ RDO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സ്കൂൾ പാചക തൊഴിലാളികളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന കേരള സർക്കാർ മോഡൽ വേണ്ട, പകരം സ്കൂൾ പാചക തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാരെ അംഗീകരിച്ച് പെൻഷനും ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകി പരിരക്ഷിക്കുന്ന തമിഴ്നാട് മാതൃക നടപ്പാക്കുക എന്ന ഡിമാൻഡ് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി RDO ഓഫീസിന് മുന്നിൽ ഫോർട്ട് കൊച്ചി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സത്യാഗ്രഹം നടത്തി. അവർ കിട്ടുന്ന ആ ശമ്പളത്തിന്റെ 7% കൊടുത്തു കഴിഞ്ഞാലും അവരുടെ കുടുംബങ്ങളുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാകും. ഒരു തൊഴിലാളി തൊഴിലെടുത്ത് പിരിഞ്ഞു പോകുമ്പോൾ ആ തൊഴിലാളിക്ക് ഉത്സവപ്പറമ്പിൽ പരിപാടി കഴിഞ്ഞ് മൂട്ടിലെ പൊടിയും തട്ടി മുന്നോട്ട് പോകുന്നത് പോലെയല്ല. ആ തൊഴിലാളി 10-40 വർഷം ചെലവ് ജോലി ചെയ്ത് തിരിഞ്ഞു പോകുമ്പോൾ അവന്റെ കയ്യിൽ അതിന് ഗ്രാറ്റുവിറ്റി PF-ന്റെ വിഹിതം ഉണ്ടാകണം, ഗ്രാറ്റുവിറ്റിയുടെ കിട്ടണം. മൊത്തം പോകുമ്പോൾ ഒരു സംഖ്യ അവന് കിട്ടണം, എന്തെങ്കിലും ഇവർക്ക് കിട്ടിയെന്ന് ആശ്വസിക്കാൻ കഴിയണം. ആ നിലയിൽ ESIയും ഗ്രാറ്റുവിറ്റിയും നൽകുക എന്നുള്ളത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ. സത്യാഗ്രഹത്തിൽ കുമ്പളൻ രാജപ്പൻ അധ്യക്ഷത വഹിച്ചു. സക്കറിയ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. അവിടെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉയർത്തുന്ന സ്ലോഗൻ എന്താണ്? തമിഴ്നാട് മാതൃക നമ്മുടെ കേരളത്തിലും നടപ്പിലാക്കണമെന്ന് കേരള ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ അധ്വാനഭാരത്തിനും നമ്മൾ കൊടുക്കുന്ന ജോലിക്കും ആനുപാതികമായ ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നിപ്പോൾ സെപ്റ്റംബർ മാസമാണ്, നമുക്കെല്ലാം അറിയാം. സെപ്റ്റംബർ മാസത്തില് നമ്മൾ എവിടെയാ ഇപ്പോൾ നിൽക്കുന്നത്? നമ്മൾ ജൂലൈ മാസത്തെ ശമ്പളത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ജൂലൈ മാസം, ഓഗസ്റ്റ് മാസം, സെപ്റ്റംബർ മാസത്തിലാണ് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഗതികെട്ട ഒരു തൊഴിലാളി വിഭാഗം ഈ കേരളത്തിൽ എവിടെയും ഗുരുവുണ്ടായി എന്ന് ചോദിച്ചാൽ സംശയമാണ്. മുമ്പ് നമുക്ക് അറിയാമായിരുന്നു, KSRTCയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ശമ്പളം എന്ത് കിട്ടുമെന്ന് പറയുവാൻ കഴിയാത്തൊരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അത് അവിടെ പടിപടിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മുടെ സ്കൂൾ പാചക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു നീതി നൽകുന്നതിൽ ഗവൺമെന്റ് അമാന്തിക്കുകയാണ്. അതാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭണത്തിന് നാന്ദി കുറിക്കുന്നതിന് വേണ്ടി നമ്മൾ വന്നിട്ടുള്ളത്. ഫോർട്ട് കൊച്ചി ഉപജില്ലയിൽ 86 വിദ്യാലയങ്ങളാണുള്ളത്. K. സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. MD ആന്റണി, K. അംസാദ്, EP പ്രവിത, VR വിനോദ്, ഷാലു സേവ്യർ, ജിജി ആന്റണി, KB ഹനീഫ്, ലീമ ജോൺ, KB ആബിദ, KF ഫൗസിയ, സീനത്ത് PH എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.